ധനുർവേദ അഭ്യാസത്തിന് ശേഷം ധനുർവേദത്തിൽ നിന്ന് അഭ്യസിച്ച ആയോധന കലയുടെ പ്രയോഗം എന്ന നിലയിൽ അരങ്ങേറിയ ആയുധാഭ്യാസ അരങ്ങേറ്റത്തിന് ശേഷം ദ്രോണർ ആയുധവിദ്യ ഉപദേശിക്കുന്ന സമയത്ത് അതിൻ്റെ സമാരംഭത്തിൻ്റെ ശുഭസന്ദർഭത്തിൽ അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരാകാൻ പോകുന്ന കൗരവ പാണ്ഡവന്മാരടങ്ങുന്ന 105 പേരോട് അഭ്യാസാനന്തരം അരങ്ങേറ്റത്തിനും ശേഷം തനിക്ക് ഗുരുദക്ഷിണ തരണമെന്ന് പറഞ്ഞിരുന്നു. അരങ്ങേറ്റം കഴിഞ്ഞപ്പോൾ അതിനുള്ള സമയവുമായി. അതനുസരിച്ച് അദ്ദേഹം ഈ 105 പേരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് എൻ്റെ ഗുരുദക്ഷിണ പഴയ വാഗ്ദത്തമനുസരിച്ച് ആവശ്യപ്പെടാൻ പോവുകയാണ്. പാഞ്ചാല രാജാവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് പൃഷതപുത്രനായ പാഞ്ചാല രാജാവായ ദ്രുപദനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് പിടിച്ചുകെട്ടി എൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഗുരുദക്ഷിണ എന്ന് പറഞ്ഞു. ഇപ്പോൾ രാജകുമാരന്മാർക്ക് ഈ ഗുരുദക്ഷിണ വരണം, ഗുരുദക്ഷിണ നൽകാനുള്ള ഈ ചോദ്യം അവരെ ഉത്സാഹഭരിതരാക്കി തീർത്തു. കാരണം അവർ അഭ്യസിച്ച ആയോധന പാടവം, ആയോധന വൈവിധ്യങ്ങളുടെ ഓരോ ഇനവും അവർക്ക് രംഗത്ത് പ്രയോഗിക്കാനുള്ള അവസരം കിട്ടുകയാണ്. അരങ്ങേറ്റത്തിൽ കാണിക്കുന്നത് പോലെയല്ല, അരങ്ങേറ്റത്തിൽ അവരഭ്യസിച്ച അഭ്യാസ പ്രകടനങ്ങൾ പ്രദർശിക്കുമ്പോൾ അത് തടയാൻ ഒരു പ്രതിയോഗിയില്ല, ഒരു പ്രതിദ്വന്ദ്വിയില്ല, ഒരു എതിരാളിയില്ല. അതുകൊണ്ട് അതിൻ്റെ മാറ്റ് എത്രയെന്ന് നിർണ്ണയിക്കാൻ അരങ്ങേറ്റം ഉതകുന്നതല്ല. അവരുടെ അഭ്യാസ പാടവത്തിൻ്റെ സഫലത പരീക്ഷിക്കപ്പെടാനുള്ള വേദിയല്ല അരങ്ങേറ്റത്തിൻ്റെ രംഗവേദി. ഇപ്പോൾ ക്ഷത്രിയ രാജകുമാരന്മാർക്ക് ദ്രോണാചാര്യൻ്റെ ഈ ഗുരുദക്ഷിണ ആവശ്യപ്പെടൽ അവരിലെ ജന്മസിദ്ധമായ അല്ലെങ്കിൽ പരമ്പരാസിദ്ധമായ യുദ്ധവീര്യത്തെ ഉണർത്തുകയാണ് ചെയ്തത്. 105 പേരും അദ്ദേഹം ആവശ്യപ്പെട്ട ഉടനെ തന്നെ അതാത് ആയുധങ്ങളെടുത്ത് തേരുകളിൽ കയറി സൈന്യസമേതം പാഞ്ചാല രാജ്യത്തേക്ക് ഉദ്ഗമിക്കുകയായിരുന്നു, പറന്നു പോകുന്നത് പോലെ. ഇവിടെ ഒരു പ്രശ്നം ഉദ്ഭവിക്കുന്നത്, ഈ സ്വാശ്രയ കോളേജ് മാനേജ്മെൻറ്റും ഒക്കെ വിവാദം നിലനിൽക്കുന്ന ഒരു സമയത്ത് ദക്ഷിണ ആവശ്യപ്പെടാൻ ഇന്നതായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അന്നും ആചാര്യന്മാർക്കുണ്ടായിരുന്നു. അതോ ആചാര്യന്മാർക്കുണ്ടായിരുന്നു. ഒന്നത്. പിന്നെ ഇത് ഏതെങ്കിലും ഈ സാധാരണ നിയമങ്ങൾക്ക് അതീതനായി നിൽക്കുന്ന ഒരാചാര്യന് സാധാരണ ഗുരുദക്ഷിണ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് ഒരു ഗുരുദക്ഷിണ ചോദിക്കാം. എക്സെപ്ഷൻ, അപവാദം എന്ന് പറയുന്നത് എന്നും സാമൂഹിക, ഭരണ, സാംസ്കാരിക, ശാസ്ത്ര നിയമങ്ങളിലുണ്ട്. അത് എക്കാലത്തും ഉണ്ടായിരുന്നു, എക്കാലത്തും ഉണ്ടായിരിക്കുകയും ചെയ്യും. പ്രാചീന കാലത്തും ഉണ്ടായിരുന്നു, നമ്മുടെ വർത്തമാന കാലത്തുണ്ട്, ഭാവിയിൽ അത് ഉണ്ടായിരിക്കുകയും ചെയ്യും. ദ്രോണരുടെ ആവശ്യം ഒരു അപവാദമായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ദ്രോണരുടെ ആവശ്യം അപവാദമായിരുന്നു. ഇപ്പോൾ അഗ്നിവേശൻ ഇങ്ങനെ ഒരു ദക്ഷിണ ദ്രോണരോട് ചോദിച്ചിട്ടില്ല. സാന്ദീപന് ചോദിച്ച ഒരു ദക്ഷിണയും അത് കൃഷ്ണൻ്റെ അതീത വ്യക്തിത്വം അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ ചോദിച്ചതാണ്. അതും ഗുരുദക്ഷിണയുടെ കൂട്ടത്തിൽ ഒരു അപവാദമാണ്. പക്ഷേ ഇതിനെ നമുക്ക് ഈ സ്വാശ്രയ മാനേജ്മെൻറ്റുകളുടെ ക്യാപിറ്റേഷൻ ഫീയോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള തുക കുട്ടികളിൽ നിന്ന് ഈടാക്കുന്നതിനോടോ ഉപമിക്കാൻ സാധ്യമല്ല. കാരണം ഇവർക്ക് ഇതിൽ
പ്രത്യേകമായ ഒരു സ്വാർത്ഥത ഉണ്ടായിരുന്നില്ല. സ്വാർത്ഥത പ്രധാന ലക്ഷ്യമായിരുന്നില്ല. ഇവിടെ പാഞ്ചാലിനെ ഒന്ന് ചികിത്സിക്കുകയാണ്. അപ്പോൾ ഒരു ഔഷധ പ്രയോഗത്തിൻ്റെ താല്പര്യത്തിൽ നിന്നുകൊണ്ടാണ് ദ്രോണർ ഇത് തൻ്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നത്. സൗഹൃദത്തെ മാനിക്കുക. വാൽമീകി പറയും, സൗഹൃദത്തിൽ കൃതജ്ഞത കാണിക്കുന്നത് പോലെ ഒരു പാപം വേറെയില്ല എന്ന് പറയും. സന്ദർഭം, സുഗ്രീവന് രാജ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ രാജ്യം അനുഭവിക്കുന്നതിൻ്റെ തിരക്കിലും നൃത്തത്തിലും കൂത്തിലും മറ്റുത്സാഹങ്ങളിലും പെട്ട് ഈ സീതാന്വേഷണത്തിന് പോകാനുള്ള സമയം വൈകിച്ചപ്പോൾ പറയുന്നതാണിത്. സൗഹൃദത്തിലെ കൃതജ്ഞത ബ്രഹ്മഹത്യയ്ക്ക് തുല്യമാണ്. ബ്രാഹ്മണനെ കൊല്ലുന്നതിന് തുല്യമാണ്. ബ്രാഹ്മണനെ കൊല്ലുന്നത് ബ്രാഹ്മണ ജാതിയിൽ ജനിച്ച ഒരാളെ കൊല്ലുന്നത് എന്ന അർത്ഥത്തിലല്ല. ബ്രഹ്മജ്ഞാനി, സർവജ്ഞനായ ഒരു രാജ്യത്തിലെ ജനങ്ങൾക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും ഭരണസമിതിക്കുമൊക്കെ സംശയം വരുമ്പോൾ ആ സംശയം തീർത്തു കൊടുക്കത്തക്ക വിധത്തിൽ പ്രതിഭാപൂർണതയുള്ള അതീതജ്ഞാനികളെയാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ബ്രാഹ്മണരെ നിസ്സാര കാര്യത്തിന് നിഹനിക്കാൻ പാടില്ല, നിസ്സാര കാര്യത്തിന് ഉപദ്രവിക്കാൻ പാടില്ല, നിസ്സാര കാര്യത്തിന് ശിക്ഷിക്കാൻ പാടില്ല. അവർക്ക് ശിക്ഷയിൽ ഇളവ് ചെയ്ത് കൊടുക്കുക എന്നത് അന്നത്തെ ഭരണകൂടത്തിൻ്റെ ഔദാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഈ ബ്രഹ്മഹത്യയെ ഏറ്റവും വലിയ പാപമായിട്ട് വെച്ചിരിക്കുന്നത്. അല്ലാതെ ഇത് ബ്രാഹ്മണ മേധാവിത്വത്തെ സ്ഥാപിക്കാനല്ല. പക്ഷെ അത് പിൽക്കാലത്ത് ബ്രാഹ്മണ മേധാവിത്വം സ്ഥാപിതമാകുന്നതിന് അത് കാരണമായി എന്നുള്ള വസ്തുതയും നമ്മൾ നിഷേധിക്കാൻ പാടില്ല. മറിച്ചൊന്ന് ചോദിച്ചോട്ടെ, ഈ ബ്രാഹ്മണനെ കൊല്ലാൻ പാടില്ല, ബ്രാഹ്മണനെ കൊല്ലാൻ പാടില്ല, അല്ലെങ്കിൽ ബ്രഹ്മഹത്യ പാപമാണ് എന്ന് പറയുമ്പോൾ ബ്രാഹ്മണൻ കൊല്ലുന്നത് പാപമാണോ? ബ്രാഹ്മണൻ കൊല്ലുന്നതിന് കൊല്ലുന്നത് പാപമാണ്. ബ്രാഹ്മണൻ അങ്ങനെ കൊല്ലാറില്ല ആരെയും. കാരണം ബ്രഹ്മജ്ഞാനം വന്നാൽ അവൻ്റെ ബ്രാഹ്മീ സ്ഥിതി, അതാണ് ബ്രഹ്മജ്ഞാനം. അപ്പോൾ ബ്രഹ്മജ്ഞാനം ലഭിക്കുന്ന ആൾ എപ്പോഴും ശാന്തനായിരിക്കും. പരശുരാമൻ അപവാദമാണ്. ദ്രോണരും ബ്രാഹ്മണനല്ലേ? ദ്രോണർ ശാന്തനാണല്ലോ. ദ്രോണർ താൻ വലിയ കൊടിയ ദാരിദ്ര്യം അനുഭവിച്ചിട്ട് ഈ ആയുധ വിദ്യയെല്ലാം കയ്യിൽ വെച്ചുകൊണ്ട് അദ്ദേഹം അനങ്ങാതിരുന്നു. വളരെ ശാന്തനായിരുന്നു. ആരോടെങ്കിലും എന്തെങ്കിലും യാചിക്കുവാനും ഉണ്ടായില്ല. അങ്ങനെ യാചിക്കണമെന്ന് തോന്നിയത് എപ്പോഴാണ്? പരശുരാമനെല്ലാം കൊടുക്കുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നിയപ്പോഴാണ്. തൻ്റെ സമ്പാദ്യങ്ങൾ മുഴുവനും, തൻ്റെ കുടുംബത്തിൻ്റെ, തൻ്റെ പൂർവിക പരമ്പരയുടെ സമ്പാദ്യങ്ങൾ മുഴുവനും ദാനം ചെയ്തിട്ട് അദ്ദേഹം മാഹേന്ദ്ര പർവ്വതത്തിലേക്ക് ഈ ജീവിതത്തിൻ്റെ സാധാരണ ധർമ്മമായ കാലഗതി പ്രാപിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പോകുന്നു എന്നറിഞ്ഞപ്പോഴാണ്. കാലഗതി പ്രാപിച്ചില്ല, അത് മറ്റൊരു പ്രശ്നമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ചിരഞ്ജീവിയായി വെച്ച് വാഴിക്കുന്ന പല കാരണങ്ങളും കൊണ്ടാണ് അദ്ദേഹത്തെ ചിരഞ്ജീവിയായി വെച്ച് വാഴിച്ചിരിക്കുന്നത്. അപ്പോൾ പരശുരാമൻ തൻ്റെ സമപൂർവിക പരമ്പരകളുടെ സമ്പാദ്യം മുഴുവനും ത്യജിക്കുന്നു എന്നറിഞ്ഞപ്പോൾ കൃപിയുടെ പ്രേരണയും കൂടി ഉണ്ടായിട്ടാണ്. കൃപ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി, കൃപയുടെ ഭാര്യ, കൃപയുടെ സഹോദരി. അപ്പം സഹധർമ്മിണിയുടെ പ്രേരണയും കൂടി ഉണ്ടായതുകൊണ്ടാണ്. എങ്കിൽ ചെന്നൊരുത്തൻ കൊടുക്കുകയല്ലേ. അതത്തസ്യോപാദാനം, അതത്തമായതിൻ്റെ ഉപാദാനത്തിന് ബ്രാഹ്മണൻ പോകാൻ പാടില്ലെന്നാണ്. ഒരുത്തൻ കൊടുക്കുമ്പോൾ ചെന്ന് ചോദിക്കാമെന്നല്ലാതെ കൊടുക്കാത്തപ്പോൾ ചെന്ന് ചോദിക്കരുത്. അതാണ് ഇദ്ദേഹം പോകാത്തത്. ഈ ധർമ്മം അനുസരിക്കാൻ, അല്ലെങ്കിൽ ഈ ജ്ഞാനോപദേശം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പോകാതിരിക്കുന്നത്. അപ്പോൾ ഒരുത്തൻ കൊടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ, അതും പരശുരാമനായപ്പോൾ അദ്ദേഹം അത് ചോദിക്കാൻ ഒരുങ്ങി ചെല്ലുകയും ചെയ്തു. അങ്ങനെ ചെന്നപ്പോഴോ ഇദ്ദേഹത്തിൻ്റെ ദൗർഭാഗ്യം കൊണ്ട് അദ്ദേഹം ചെന്ന തൊഴിലായിരുന്നു. അപ്പോഴേക്കും സമ്പത്തുകൾ എന്ന് പറയുന്നതിനും കൊടുത്തു കഴിഞ്ഞിരുന്നു. അപ്പോൾ പരശുരാമൻ ചെന്നത് ദ്രോണരുമാണല്ലോ. പരശുരാമൻ വളരെ വിഷമത്തോടുകൂടി, ഏതാണ്ട് ദുഃഖത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു, എല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞുവല്ലോ, എൻ്റെ ശരീരം വേണമെങ്കിൽ തരാം. ശരീരം ആൾക്ക് ഉപയോഗമുള്ളതായിട്ടല്ല, ഉള്ളത് പിന്നെ അതാണ്, അത് തരാം. അപ്പോൾ ഉള്ളത് കൊടുക്കാനുള്ള ശ്രമത്തിലാണ്. അവസാനത്തേത്, എൻ്റെ ശരീരം നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം, എന്തെങ്കിലും പ്രയോജനമുണ്ടെങ്കിൽ അതെടുക്കാം. 1. 2,
ആയുധവിദ്യകൾ മുഴുവനും അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ കയ്യിൽ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ദൗർഭാഗ്യമാണ് അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. പിന്നെയും അദ്ദേഹത്തിന് കിട്ടുന്ന ആയുധവിദ്യയാണ്. ആയുധവിദ്യ അദ്ദേഹത്തിന് ഇരിക്കുന്നു. അതിനേക്കാളും വലിയ ഉപരിവിദ്യകൾ പിന്നെയും കിട്ടാൻ പോകുന്നു. അദ്ദേഹത്തിന് ഉപയോഗമേ ഉള്ളതല്ലാതൊന്നും. ബ്രാഹ്മണൻ ഒരിക്കലും ആയുധവിദ്യ ഉപയോഗിക്കാൻ പാടില്ല. അദ്ദേഹം ഉപയോഗിക്കുന്നുമില്ല സ്വന്തം കാര്യത്തിന്. പിന്നെ അവർക്ക് ആ ഇത് ചെയ്യാവുന്നത് അത് മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കാവുന്നതാണ്. ആ ആയുധ രംഗത്തെ ഉപരിവിദ്യകൾ കൂടി അദ്ദേഹത്തിന് ലഭിക്കുകയാണ് ആ സമയത്തുണ്ടായത്. അപ്പം അദ്ദേഹം അങ്ങനെ യാചിക്കുന്നയാളല്ല.